ആദ്യമായിട്ട് അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാക്കി മാറ്റിയതിനും നന്ദി പറയുന്നു. എൻ്റെ പേര് മഞ്ജു. ഞാൻ ഇടുക്കി ശാന്തമ്പാറയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുക്കാണ്ടായ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 നവംബർ 13 ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, ആദ്യത്തെ കുട്ടി ഉണ്ടായി ഒരു 7 വർഷത്തിന് ശേഷം ഞാൻ അടുത്തൊരു പ്രഗ്നൻ്റ് ആകുകയും 3 മാസം കംപ്ലീറ്റ് ആകുന്നതോടുകൂടി അത് അബോർഷൻ ആയി പോവുകയും ചെയ്തു. തുടർന്ന് ശാരീരികമായി ബുദ്ധിമുട്ടുകളും ഉണ്ടായി, ഹോർമോൺ ബാലൻസ് ഉണ്ടായി. തുടർന്ന് ഒരു കുഞ്ഞിനെ ചാൻസ് ഇല്ല എന്ന് തന്നെ 100% ഡോക്ടർമാർ ഉറപ്പ് പറഞ്ഞതായിരുന്നു. പിന്നെ 2 വർഷത്തിന് ശേഷം എനിക്ക് എൻ്റെ ഒരു ബ്രദർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. തൈലം പുരട്ടി തന്ന് വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ചു വയറ്റിൽ. അതിന് ശേഷം 2 മാസം ഡേറ്റും റെഗുലറായി വന്നു. സാധാരണ എനിക്ക് ഡേറ്റും റെഗുലർ ആകുകയില്ലായിരുന്നു. അതിന് ശേഷം 2 മാസത്തിന് വീണ്ടും എനിക്ക് ഡേറ്റ് ആവാതെ വന്നപ്പം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു. അന്നേരവും നെഗറ്റീവാണ് കാണിച്ചിരുന്നത്. അതുകൊണ്ട് പിന്നെ ആവാനുള്ള മരുന്ന് കഴിച്ചു. സാധാരണ 5 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും പീരിയഡ്സ് ആകുന്നതാണ്. പക്ഷേ അതിനെ തുടർന്ന് ഡോക്ടറിനെ ചെന്ന് കണ്ടു. അന്നേരം ഡോക്ടർ പറഞ്ഞു, അവിടെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം പോസിറ്റീവാണെന്ന് പറഞ്ഞു. പിന്നെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം കുട്ടി റൈറ്റ് സൈഡ് ട്യൂബിലാണ്. അതിപ്പോൾ തന്നെ റിമൂവ് ചെയ്ത് കളയണം. ഒരു ട്യൂബ് നമുക്ക് കളയേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ എമർജൻസി ആയിട്ട് അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ സംശയമായ രീതി നിന്നപ്പം ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് വേറെ ഹോസ്പിറ്റലിൽ വേണമെങ്കിൽ പോകാം, അതിന് കുഴപ്പമില്ല, പക്ഷേ ഇന്ന് തന്നെ വൈകിക്കരുതെന്ന് പറഞ്ഞ് ഞങ്ങൾ എന്നിട്ട് ഞങ്ങളുടെ ഇഷ്ടപ്രകാരം വേറെ ഒരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോഴും ആ ഡോക്ടർ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, റൈറ്റ് സൈഡ് ട്യൂബിലാണ് കുട്ടി, ഇപ്പോൾ തന്നെ നമുക്കത് റിമൂവ് ചെയ്ത് കളയണം, ഒരു ട്യൂബ് നമുക്ക് കളയേണ്ടി വരും, എമർജൻസി ആണെന്ന് പറഞ്ഞു. പിന്നെ സ്കാൻ ചെയ്തപ്പോൾ നമ്മളത് കാണിച്ചു തന്നു. റൈറ്റ് സൈഡ് ട്യൂബിൽ കുട്ടി ഇങ്ങനെ നമുക്കത് കാണാൻ സാധിക്കുമായിരുന്നു. പിന്നെ എമർജൻസി ആയിട്ട് തന്നെ അവിടെ അഡ്മിറ്റാക്കി ഓപ്പറേഷൻ ചെയ്യാനായിട്ട് കൊണ്ടുപോയി. അതിന് മുന്നേ ഞാനിങ്ങനെ ഉടമ്പടി എടുത്തോളാം, എനിക്ക് ഉടമ്പടി എന്താണെന്ന് പോലും എനിക്ക് അറിയത്തില്ലാത്തൊരു വ്യക്തിയാണ്. പിന്നെ ഉടമ്പടി എടുത്തോളാം, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണേ അമ്മയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുപോയി. അനസ്തേഷ്യ എടുക്കാനായിട്ട് ഡോക്ടർ വന്നപ്പോഴും എനിക്ക് അനസ്തേഷ്യ എടുക്കേണ്ട വന്നില്ല. അന്നേരം തന്നെ ഞാൻ മയങ്ങി പോകുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പം ട്യൂബിൽ കുഴപ്പങ്ങളൊന്നുമില്ല, കുട്ടി ട്യൂബിലില്ല എന്ന് പറഞ്ഞു. അവിടെ എന്നെ അമ്മ അനുഗ്രഹിച്ച് കൊച്ചിന് കുഴപ്പമില്ലാതെ ആക്കി തന്നു. കാരണം 15 ദിവസം കഴിഞ്ഞ് ചെല്ലാനാണ് പറഞ്ഞത്. പിന്നെ 15 ദിവസം കഴിഞ്ഞ് പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുട്ടി സേഫാണ്, കുഴപ്പമൊന്നുമില്ല, കുട്ടി ഗർഭാശയത്തിൽ തന്നെയാണ്, ട്യൂബിലൊന്നുമില്ല എന്ന് പറഞ്ഞു. അവിടെ എനിക്ക് അമ്മ ഈശോ വഴി തന്ന ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ എനിക്ക് തുടർന്ന് പരീക്ഷണങ്ങളുടെ കാലഘട്ടമായിരുന്നു എന്ന് തന്നെ പറയാം. എന്നാന്ന് വെച്ചാൽ എനിക്ക് ഒന്നാമത് ബെഡ് റെസ്റ്റാണ്. പിന്നെ 3-ാമത്തെ മാസമായി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ബ്ലീഡിങ് എന്ന് വെച്ചാൽ നല്ല രീതിക്കായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിൽ തന്നെ ഒരു 3/4 മണിക്കൂർ എടുക്കും. അവിടെ ചെന്നതും ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ച് പോയായിരുന്നു. ബ്ലീഡിങ് ആയി കുട്ടി പോയെന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡോക്ടറിനും അറിയത്തില്ല എന്താ സംഭവമെന്ന്, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത്. പിന്നെ കുഴപ്പമില്ല. അന്നേരം ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ എനിക്കില്ലാത്തൊരു അസുഖമായിരുന്നു. ഷുഗർ, തൈറോയിഡ് എല്ലാം ഹൈ ആയിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർമാരും പറഞ്ഞാണ് തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കണം, തൈറോക്സിൻ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് അവർ എന്നെ തൈറോയിഡിൻ്റെ ഡോക്ടറെ കാണിക്കാനായിട്ട് തന്നെ പറയുകയും അതുപോലെ തന്നെ എനിക്കത് കഴിക്കേണ്ട വന്നില്ല. വൈറ്റമിൻ്റെ ടാബ്ലറ്റ് കഴിച്ച് തൈറോയിഡ് ഞാൻ കൺട്രോൾ ചെയ്തു. അവിടെ എന്നെ അമ്മ അനുഗ്രഹിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നീട് ഒരു 7 മാസമൊക്കെ ആയതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് നിങ്ങൾ താഴേക്ക് തന്നെ പോക്കോ, കാരണം കുട്ടി കുട്ടി ഹാർട്ട് ബീറ്റ് കുറയുവാണ്, കുട്ടിക്ക് ഇപ്പം തന്നെ അത് പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അതിനിവിടെ സജ്ജീകരണമൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ അന്നേരം തന്നെ മെഡിക്കൽ കോളേജിൽ പോയി. 4 ദിവസം അവിടെ അഡ്മിറ്റായി.
അന്നേരം അവിടെ ചെന്നപ്പം പറയുന്നു കുട്ടി ഓക്കെയാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയോടും പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നീട് കുഴപ്പമൊന്നും ഉണ്ടാകാതെ തന്നെ ഒരു 9 മാസം കംപ്ലീറ്റ് ആയതോടുകൂടി കുട്ടി എനിക്കൊരു കുഴപ്പമില്ലാതെ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ ഒരു പെൺകുഞ്ഞിനെ തന്നെ തന്ന അമ്മ എനിക്ക് തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ രണ്ടാമതായി ഇവിടെ നിന്ന് ഞാനൊരു ഫോട്ടോ, അമ്മ മാതാവിൻ്റെ ഫോട്ടോ ഞാൻ കൊണ്ടുപോയായിരുന്നു. ആ ഫോട്ടോയിൽ നിന്ന് ഉപ്പ് ഒരു വെള്ളം പോലെ ഒഴുകി വന്ന് അങ്ങനെ കണ്ടിട്ട് ചെന്ന് രുചിച്ച് നോക്കിയപ്പോൾ അത് ഉപ്പിൻ്റെ ഒരു രസമായിട്ടായിരുന്നു. പിന്നീട് ഇവിടുന്ന് തൈലം കിട്ടിയതിൽ പനിയും തലവേദനയും വയറുവേദനയും പെട്ടെന്ന് തന്നെ അതങ്ങ് എനിക്ക് മാറിത്തന്ന് അമ്മ അത് അനുഗ്രഹിച്ചു. പിന്നീടെന്നുള്ളത് ഒരിക്കലും എനിക്ക് ഈ കാലുവേദന കൈവേദനയൊക്കെ വന്നപ്പോൾ എമർജൻസി ആയി ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് അവർ തന്ന മരുന്ന് മാറി തന്നു. അന്നേരം എനിക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുകളും പെട്ടെന്ന് തന്നെ താഴേക്ക് കൊണ്ടുപോക്കോ ഗുരുതരാവസ്ഥ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം പോകാമെന്ന രീതിയിൽ തന്നെ ഇരുന്നു. അന്നേരം എൻ്റെ കയ്യിൽ നമ്മുടെ ഉടമ്പടി ഉപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്കത് ഉപ്പെടുത്ത് കഴിക്കണം എന്നൊരു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഉൾവിളി പോലെ. അപ്പം ഞാൻ പെട്ടെന്ന് ഉപ്പെടുത്ത് കഴിച്ചു. ഉപ്പെടുത്ത് കഴിച്ചതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ എനിക്ക് രോഗം പെട്ടെന്ന് മാറി. പെട്ടെന്ന് ഞാൻ എനർജറ്റിക്കായി. ആ നീല നിറം പോലെ ചുണ്ടൊക്കെ നീല, മുഖത്തൊക്കെ നീല കളർ പോലെ വന്നു. ഇവിടെ കിടിമ്പിച്ച് ആ രീതിക്ക് വന്നായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ പഴയ രീതിക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതിക്ക് ഡോക്ടർമാർക്ക് വരെ ഒരു അതിശയമായിപ്പോയി. അങ്ങനെ അവിടെ നിന്നും എന്നെ അമ്മ മാതാവ് ഈശോ വഴി എന്നെ രക്ഷപ്പെടുത്തി. അതുപോലെ തന്നെ ഇവിടുന്ന് ഉടമ്പടി മെഴുകുതിരിയിൽ എനിക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും ശരിക്കും നല്ല കാണാത്ത രീതിയിൽ തന്നെ എനിക്ക് കിട്ടി. അതിപ്പോഴും ഉണ്ട്, വീട്ടിൽ തന്നെയുണ്ട്. അതുപോലെ അവിടെ എനിക്ക് അങ്ങനെ സാധിച്ചു. പിന്നീട് ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു ഒരു വണ്ടി എടുക്കണമെന്ന്. വണ്ടി ഒരു കാറ്, ചെറിയൊരു കാർ എടുക്കണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അമ്മയുടെ അനുഗ്രഹത്താൽ നമ്മുടെ ഉടമ്പടി നീലത്തിരിയുടെ അതേ കളറിൽ വലിയൊരു വണ്ടി അമ്മ തന്ന് അനുഗ്രഹിച്ചു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രങ്ങൾ വീടുകൾ കയറി കൊടുക്കുമായിരുന്നു. പിന്നെ ഈ സിറ്റിയിലൊക്കെ ആളുകൾ കൂടുന്നിടത്തും കൊണ്ടുപോയി കൊടുക്കും. കാരുണ്യ പ്രവൃത്തി വയ്യാതിരിക്കുന്ന അപ്പച്ചൻ അമ്മമാരെ ആശ്രമത്തിൽ ചെന്ന് കണ്ട് അവർക്ക് എനിക്ക് പറ്റാവുന്ന രീതിയിൽ അവരെ സഹായിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്തിരുന്നു. പിന്നെ അങ്ങനെ ആത്മീയ ജീവിതമായിട്ട് ബൈബിൾ വായിക്കും, വചനങ്ങൾ കേൾക്കും. പിന്നെ അച്ഛൻ്റെ ധ്യാനം അതെല്ലാ ആഴ്ചയിലും മുടങ്ങാതെ കാണും. അത് അത്രയൊക്കെ ചെയ്യും. പിന്നെ എനിക്ക് ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് ജീവിച്ച് പോകണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ജീവിതത്തിൽ ഇത്രയും നല്ല മാറ്റങ്ങൾ തന്ന എനിക്ക് ഏറ്റവും നല്ലൊരു കുഞ്ഞിനെയും തന്ന ഒരു അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. സങ്കീർത്തനം 31:19 വചനമാണ്. ദൈവത്തെ ഭയപ്പെടുകയും അവനിൽ ആശ്രയിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് അനുഗ്രഹങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ശരിയായ സമയത്ത്, അതായത് തക്ക സമയത്ത് നമ്മെ മറക്കാത്ത ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ വിശ്വാസത്തിലും വിശ്വസ്തതയിലും പ്രതിഫലം നൽകുന്ന ദൈവം. ഉടമ്പടി നമ്മെ ആത്മീയതയിലേക്ക് ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. ഒരു ഉടമ്പടി ഒരു പദ്ധതിയാണ്. കാരണം ഉടമ്പടിയിലെ ദൈവമാണ്, ആ ദൈവ സാന്നിധ്യമാണ് നമുക്കെല്ലാ ഉറപ്പും ധൈര്യവും നൽകുന്നത്. വിശ്വാസത്തോടെ കാത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ആ സമയത്ത്, അതായത് തക്ക സമയത്ത് ലഭിക്കും. ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്ന ഇന്നിൻ്റെ ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. മഞ്ജു രാജൻ എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ 7 വർഷത്തിന് ശേഷം പ്രഗ്നൻ്റ് ആവുകയും പിന്നീട് അബോർഷൻ ആവുകയും പിന്നീട് വീണ്ടും പ്രഗ്നൻ്റായി. അപ്പോഴാണ് ആങ്ങള ഉടമ്പടി എടുക്കുകയും ആങ്ങള ഉടമ്പടി എടുത്തതായിരുന്നു. ആങ്ങള തന്ന ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച്
പിന്നീട് ടെസ്റ്റിന് പോയപ്പോഴാണ് അറിഞ്ഞത് അത് ട്യൂബൽ പ്രഗ്നൻസി ആണെന്നും അതും അബോർഷനാക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അവർ തന്നെയാണ് വീണ്ടും വേറെ ഹോസ്പിറ്റലിലേക്ക് സജസ്റ്റ് ചെയ്തത്. അവിടെ പോയി വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ കാര്യം ഇങ്ങനെ തന്നെയാണ്, ട്യൂബൽ പ്രഗ്നൻസിയാണ്, ട്യൂബ് മുറിച്ച് മാറ്റണം, കുട്ടിയെ കിട്ടാൻ സാധ്യത കുറവാണ്. വീണ്ടും ആങ്ങളെ കൊടുത്ത തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ട്യൂബൽ ഓപ്പറേഷൻ ചെയ്തു. പക്ഷെങ്കിൽ കുഞ്ഞ് ട്യൂബിലില്ലായിരുന്നു, ഗർഭപാത്രത്തിൽ യൂട്രസിലേക്ക് മാറിയിരുന്നു. ഇവിടെ ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. കാരണം ഈ മകൾ തന്നെ അന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ഈ കുഞ്ഞിനെ തിരിച്ചു തരണമേ, ഒരു ആപത്തും വരാതെ ഈ കുഞ്ഞിനെ കിട്ടുമെങ്കിൽ ഞാൻ തന്നെ വന്ന് ഉടമ്പടിയെടുത്ത് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി തീർന്നോളാമെന്നാണ് ഈ മകൾ പ്രാർത്ഥിച്ചത്. എല്ലാവർക്കും അതിശയമെന്ന രീതിയിൽ ഡോക്ടേഴ്സ് പോലും അതിശയിച്ചു പോയി. ഈ കുട്ടി എങ്ങനെ ഈ കുഞ്ഞ് ട്യൂബിൽ നിന്ന് യൂട്രസിലേക്ക് മാറിയെന്ന്. ഇവിടെയാണ് ഈശോയുടെയും അമ്മയുടെയും വലിയൊരു അനുഗ്രഹം ഈ മകൾക്ക് കിട്ടിയത്. ഇത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപയാലാണ്. കാരണം മനുഷ്യന് അസാധ്യമായതാണ് ട്യൂബ് റിമൂവ് ചെയ്ത് കുഞ്ഞിനെയും അബോർട്ട് ആകാനായിട്ടാണ് സാധ്യത എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ജീവൻ കാത്തുരക്ഷിച്ച ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഈ മകൾ പ്രാർത്ഥിച്ചത് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ എന്നാണ്. ഇതാണ് പറയുന്നത്, അവിടുത്തെ അനുഗ്രഹങ്ങൾ ഭക്തർക്ക് വേണ്ടി അവ ഒരുക്കി വച്ചിരിക്കുന്നു എന്നാണ്. നമ്മൾ പ്രാർത്ഥിച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച അനുഗ്രഹങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നൽകുകയാണ്. ഈ മകൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ ട്യൂബൽ ഓപ്പറേഷൻ ചെയ്തപ്പോൾ കുഞ്ഞ് ട്യൂബിലില്ലായിരുന്നു, യൂട്രസിലായിരുന്നു. 2 പ്രാവശ്യം സ്കാൻ ചെയ്തപ്പോഴും ഇവർ തന്നെ കണ്ടതാണ് ആ കുഞ്ഞ് ട്യൂബിലായിട്ട് ഉള്ളത്. ഇവരെ കാണിച്ചിട്ടാണ് വീണ്ടും വേറെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടത്. അവിടെ ചെന്നപ്പോഴും അവർ കണ്ടതാണ്. പിന്നീട് എന്തു പറ്റി? ഇവിടെയാണ് ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ അനുഗ്രഹവും കൃപയും ഇവർക്ക് ഈ മകൾക്ക് ലഭിച്ചത്. അങ്ങനെ പ്രഗ്നൻ്റ് ആയി. വീണ്ടും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു, ബെഡ് റെസ്റ്റ് പറഞ്ഞു. പക്ഷേങ്കിൽ ബ്ലീഡിങ് ആയി. വീണ്ടും ഈ മകൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ അമ്മയോട്. ഉടമ്പടി വസ്തുക്കൾ, നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലം ആങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഒരു നല്ല കുഞ്ഞിന് ജന്മം നൽകുവാനായിട്ട് ഈശോയും അമ്മയും അനുഗ്രഹിച്ചതായിട്ടാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. വീണ്ടും ആ ഹാർട്ട് ബീറ്റ് കുറഞ്ഞ നേരത്തും ഈ മക്കൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാനായിട്ട് കുഞ്ഞിനെ ആയിട്ട് അമ്മയുടെ സാന്നിധ്യത്തിൽ വന്നിരിക്കുന്നത്. പിന്നീടുണ്ടായിരുന്ന അമ്മയുടെ സാന്നിധ്യങ്ങളാണ് ഈ മകളുടെ ജീവിതത്തിൽ. ഒരു ഫോട്ടോ മേടിച്ച് വിടുന്ന്, അവിടെയും അമ്മയുടെ സാന്നിധ്യം. ഉടമ്പടിയുടെ മെഴുകുതിരി, അവിടെയും അമ്മയുടെ സാന്നിധ്യമാണ് മക്കളുടെ കൂടെ പറയണത്. ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു സാന്നിധ്യമാണ് മെഴുകുതിരിയിലുണ്ടായ ആ സ്റ്റാച്ചു, ഫോം ചെയ്ത ആ വാക്സിൻ്റെ അതിലും. പിന്നെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് ആ ഫോട്ടോയിൽ നിന്ന് വന്ന ഉപ്പിൻ്റെ ടേസ്റ്റുള്ള ഒരു ലിക്വിഡ് ടൈപ്പ്, അതും അമ്മയുടെ സാന്നിധ്യമാണ് ഈ മകൾക്ക് വീണ്ടും പല രീതിയിൽ അമ്മ വെളിപ്പെടുത്തി കൊടുത്തിയത്. പിന്നീട് പറഞ്ഞത് ഒരു രോഗസൗഖ്യമാണ്. അതായത് മരുന്ന് മാറി കഴിച്ചപ്പോൾ അവിടെയും ഈശോയും അമ്മയും വലിയ ഒരു മിറക്കിളാണെന്ന് പറയാം. കാരണം എന്ന് വെച്ചാൽ ശരീരമാകെ നീല കളറായി. ഡോക്ടേഴ്സൊക്കെ ഭയപ്പെട്ടു, എന്ത് ചെയ്യണമെന്നറിയാതെ ആയപ്പോൾ പിന്നീട് പെട്ടെന്ന് ഉടമ്പടി വസ്തുവായ ഉപ്പ് വായിൽ എടുക്കുകയായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് കഴിച്ചു, പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒരു ഉടമ്പടി ഉടനടി പരിഹാരം എന്ന് പറഞ്ഞ പോലെ ഉപ്പ് വിതിൻ നോ ടൈം ഇറ്റ് വാസ് റെസ്പോണ്ടിങ്. അത് പെട്ടെന്ന് തന്നെ അത് എടുക്കുകയായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് കഴിച്ചു, പ്രാർത്ഥിച്ചു. ആൾ റിലീസായി ആണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നത്. ഈശോയുടെയും അമ്മയുടെയും വലിയ വലിയ അനുഗ്രഹങ്ങളാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നത്. പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയുടെ ഇടപെടലിലൂടെ നമ്മെ ഓരോരുത്തരെയും ദൈവം സംഭരിച്ചു വച്ചിരിക്കുന്ന ആ നന്മ, ആ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 31:19 പറഞ്ഞതുപോലെ, കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്, തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കി വച്ചിരിക്കുന്നു എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടിയിലൂടെ ദൈവം സംഭരിച്ചു വെച്ച, ദൈവം ഒരുക്കി വെച്ച അനുഗ്രഹങ്ങൾക്കായി വിശ്വസ്തയോടെ നമുക്ക് കാത്തിരിക്കാം. മഞ്ജുവിനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ.
അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.